പ്രിയകുട്ടികളെ നമ്മൾ ക്വസ്റ്റ് നമ്പർ 3 ആണ് ഈ പഠിക്കേണ്ടത്. യൂസിങ് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻറ്റ്സ് പ്രൂവ് ദാറ്റ് ഡിറ്റർമിനൻറ്റ് 1x x സ്ക്വയർ എസ് സ്ക്വയർ 1x x സ്ക്വയർ 1 ഈസ് ഇക്വൽ ടു 1 - s ക്യൂബ് ഓൾ സ്ക്വയർ. ഡിറ്റർമിനൻറ്റ്സിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഡിറ്റർമിനൻറ്റ് 1x x സ്ക്വയർ എസ് സ്ക്വയർ 1x x സ്ക്വയർ 1 ചെയ്ത് 1 - s ക്യൂബ് ഓൾ സ്ക്വയർ എന്ന് കിട്ടണം. വൺ മൈനസ് എസ് ക്യൂബ് ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ ക്യൂബ് മൈനസ് ബി ക്യൂബാണ്. 1 - s ക്യൂബ് 1 ക്യൂബ് മൈനസ് എസ് ക്യൂബ്. അപ്പോൾ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആ രീതിയിൽ വരുന്നതാണിത്. അത് ഗുണിച്ചാണ് ഈ 1 - s ക്യൂബ് വരുന്നത്. അപ്പോൾ എന്താണ് കിട്ടേണ്ടതെന്ന് നോക്കിയിട്ട് 1 + x + s സ്ക്വയർ എന്നൊരു ടേം അതിനകത്ത് വരുന്നുണ്ട്. എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ 1 + x + s സ്ക്വയർ. നമുക്ക് ഈ 1ഉം എക്സും എക്സ് സ്ക്വയറും കൂടെ കൂട്ടിയാൽ അത് കിട്ടും 1 + x + s സ്ക്വയർ. അങ്ങനെ തന്നെ കൂട്ടണമെന്നില്ല, ഈ താഴേക്ക് കൂട്ടിയാലും 1 + s സ്ക്വയർ + x വരുന്നുണ്ട്. താഴേക്കാണ് നമ്മൾ കൂട്ടുന്നതെങ്കിൽ ഇത് കൂട്ടേണ്ട വരും, ഇതും കൂട്ടേണ്ട വരും. അപ്പോൾ നമുക്ക് താഴേക്ക് തന്നെ കൂട്ടാം. 3 രീതിയിലും 1 + s + s സ്ക്വയർ വരുന്നുണ്ട്. ഈ താഴേക്ക് നമ്മൾ കൂട്ടുമ്പോൾ ഇത് എവിടുത്തെ ഫസ്റ്റ്, ഇത് എവിടുത്തെ ഫസ്റ്റ്, ഇത് എവിടുത്തെ ഫസ്റ്റ് എന്നാണ് നോക്കേണ്ടത്. അത് വെച്ചാണ് ആ ഫസ്റ്റ് എന്ന് പറയുന്നത് നോക്കിയാണ് നമ്മൾ പ്രോപ്പർട്ടി പറയണത്. ഇത് എവിടുത്തെ ഫസ്റ്റ്, R1 ഫസ്റ്റ്, ഇത് R2 ഫസ്റ്റാണ്. ഈ എസ് സ്ക്വയർ, ഈ എക്സ് ആണെങ്കിൽ R3 ഫസ്റ്റാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി പറയുന്നത് R1 + R2 + R3. ഇവിടെ R1 ആയ സ്ഥിതിക്ക് പുതിയ R1 R1 + R2 + R3. അപ്പോൾ ഡിറ്റർമിനൻറ്റ് 1x s സ്ക്വയർ എസ് സ്ക്വയർ 1x x സ്ക്വയർ 1 എഴുതിയിട്ട് നമ്മുടെ പ്രോപ്പർട്ടി പുതിയ R1 + R2 + R3 എഴുതിക്കൊണ്ട് പുതിയ R1 നമുക്ക് കിട്ടുന്നു. പുതിയ R1 1 + x + s സ്ക്വയർ എന്ന് കിട്ടുന്നു. 3 സ്ഥലത്തും പുതിയ R1ലെ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടാൻ പഴയ R1ലെ ഫസ്റ്റ് എലമെൻറ്റും R2 ഫസ്റ്റും R3 ഫസ്റ്റും കൂട്ടുന്നു. പഴയ R1ലെ ഫസ്റ്റ് എലമെൻറ്റും R2 ഫസ്റ്റും, ഇതാണ് R2 ഫസ്റ്റ്, ഇതാണ് R3 ഫസ്റ്റ്, അത് കൂട്ടുമ്പോൾ 1 + x + s സ്ക്വയർ കിട്ടുന്നു. പുതിയ R1ലെ സെക്കൻഡ്, അതായത് ഈ എലമെൻറ്റ് കിട്ടാൻ പഴയ R1ലെ സെക്കൻഡും R2 സെക്കൻഡ് R3 സെക്കൻഡ് കൂട്ടുന്നു. പഴയ R1 സെക്കൻഡ് എക്സ്, R2 സെക്കൻഡ് ഇത് 1, R3 സെക്കൻഡ് എക്സ് സ്ക്വയർ, അന്നേരം 1 + s + s സ്ക്വയർ. പുതിയ R1ലെ തേർഡ് ഇത്, അത് കിട്ടാൻ പഴയ R1ലെ തേർഡും R2 തേർഡ് R3 തേർഡ് കൂട്ടുന്നു. പഴയ R1 തേർഡും ഇത് എക്സ് സ്ക്വയർ, R2 തേർഡ് എക്സ്, R3 തേർഡ് 1ഉം കൂട്ടുന്നു. അന്നേരം ഈ 1 + s + s സ്ക്വയർ കിട്ടുന്നു. R2ഉം പഴയത്, R3യും പഴയത്, R1 മാത്രമേ പുതിയതുള്ളൂ. അപ്പോൾ R2 R1 എഴുതുന്നു. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കോമൺ ആയിട്ടുള്ള 1 + s + s സ്ക്വയർ R1ൽ നിന്ന് പുറത്തെടുക്കുന്നു. ടേക്കിങ് 1 + s + s സ്ക്വയർ ഫ്രം R1 ഒറ്റ ടൈമാണെന്ന് കാണിക്കാം. ബ്രാക്കറ്റ് ഇടുക. 1 + s + s സ്ക്വയർ ഇൻറ്റു 1 1 1 ഡിറ്റർമിനൻറ്റിൽ ഫസ്റ്റ് റോ വരുന്നു. പിന്നെ s സ്ക്വയർ 1x x സ്ക്വയർ 1ഉം വരുന്നു. 1 1 1 എവിടെ വന്നാലും ഒരു 1 ഇട്ടേച്ച് ബാക്കി 2 1 0 ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ 1 കൊണ്ട് ഇട്ടേച്ച് ഈ 2 1 0 ആക്കുന്നു. അപ്പോൾ പുതിയ ഈ 1 അവിടെ തന്നെ ഇട്ടുകൊണ്ട് ഇതും 0 ആക്കുമ്പോൾ പുതിയ R1 അല്ല വരുന്നത്, പുതിയ C2ഉം പുതിയ C3യുമാണ് വരുന്നത്. പുതിയ C2 പഴയ C2 - C1 ചെയ്തും പുതിയ C3 പഴയ C3 - C1 ചെയ്തുമാണ് ചെയ്യേണ്ടത്. ഈ 1ൻ്റെ സഹായത്തോടെയാണ് ഈ 2 1കൾ 0 ആവുള്ളൂ. അപ്പോൾ 1 + s + s സ്ക്വയർ ഇൻറ്റു C1 പഴയത് 1x സ്ക്വയർ എക്സ്, പുതിയ C2 - C1 ചെയ്ത്, അപ്പോൾ 0, ഇത് ചെയ്യുമ്പോൾ 1 - x സ്ക്വയർ, ഇത് ചെയ്യുമ്പോൾ s സ്ക്വയർ - x. പുതിയ C3 - C1 ചെയ്ത്, അപ്പോൾ ഇത് ചെയ്ത് നമുക്ക് പുതിയ C3യിലെ ഫസ്റ്റ് എലമെൻറ്റ് 0, ഇത് ചെയ്യുമ്പോൾ x - x സ്ക്വയർ, ഇത് ചെയ്യുമ്പോൾ 1 - x. 1 + x + s സ്ക്വയർ ഇൻറ്റു 1 0 0 x സ്ക്വയർ. ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. 1 + x ഇൻറ്റു 1 - x. ഇവിടെ നമുക്ക് x പുറത്തെടുത്ത് 1 - x, x ഇതിൽ x പുറത്തെടുത്ത് x - 1 1 - x. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ വെളിയിലെടുക്കാൻ പറ്റും. 1 - x C2വിൽ നിന്നും 1 - x C3യിൽ നിന്നും ഡിറ്റർമിനൻറ്റിനകത്ത് ഓരോ കോളത്തിൽ നിന്നും പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 1 - x C2 ആൻഡ് C3. 1 + x + s സ്ക്വയർ ഇൻറ്റു ഒരു 1 - x C2വിൽ നിന്നുള്ളത് കൂടാതെ ഒരു 1 - x C3 എന്നുള്ളത്. അപ്പോൾ 2 പ്രാവശ്യം 1 - x പുറത്തെഴുതണം. ഫസ്റ്റ് കോളത്തിന് മാറ്റമില്ല, 1x സ്ക്വയർ x. സെക്കൻഡ് കോളം 0
1 പ്ലസ് എക്സ് മൈനസ് എക്സ് എന്ന് വരുന്നു. കാരണം 1 മൈനസ് എക്സ് ആണ് C2 എന്ന് പുറത്തെടുത്തത്. അപ്പോൾ 1 മൈനസ് എക്സ് മാറുമ്പോൾ ഒരു മൈനസ് വന്നിട്ട് മൈനസ് എക്സ് വരുന്നു. C3 എന്ന് പുറത്തെടുക്കുമ്പോൾ 0x1 എന്നും വരുന്നു. ഇനി എക്സ്പാൻഡിങ് അലോങ് R1 ചെയ്താൽ മതി. 1 പ്ലസ് എസ് പ്ലസ് എസ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു സെറ്റ് ബ്രാക്കറ്റിലാണ് എക്സ്പാൻഷൻ ചെയ്യുന്നത്. 1 ഇൻറ്റു 1 ഉൾപ്പെട്ട റോകളും മാറ്റി കഴിയുമ്പോൾ ഡിറ്റർമിനൻറ്റ് 1 പ്ലസ് എക്സ് മൈനസ് എക്സ് 1 വരുന്നു. ബാക്കി ചെയ്യണ്ട. -0 ഇൻറ്റു ഒരു ഡിറ്റർമിനൻറ്റ് പ്ലസ് 0 ഇൻറ്റു ഒരു ഡിറ്റർമിനൻറ്റ് എഴുതുക പോലും വേണ്ട. 1 പ്ലസ് എസ് പ്ലസ് എസ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എക്സ് ഇൻറ്റു 1 മൈനസ് എസ് സ്ക്വയർ. അപ്പോൾ ഇതും 1 പ്ലസ് എക്സ് പ്ലസ് എസ് സ്ക്വയർ വന്നിട്ട് ഈ 1 പ്ലസ് എസ് പ്ലസ് എസ് സ്ക്വയർ ഹോൾ സ്ക്വയർ വരുന്നു. അപ്പോൾ ഇതും ഹോൾ സ്ക്വയർ വരുന്നു, ഇതും ഹോൾ സ്ക്വയർ വരുന്നു. നമുക്ക് ഹോൾ സ്ക്വയർ ഒന്നിച്ചിടാം. 1 പ്ലസ് എസ് പ്ലസ് എസ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സ് എഴുതിയിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഹോൾ സ്ക്വയർ ഇടാം. അങ്ങനെ ഇടേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇത് എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. എ 1 ആയിട്ടും ബി എക്സ് ആയിട്ടും എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ഇൻറ്റു ബി പ്ലസ് ബി സ്ക്വയർ. അത് എ ക്യൂബ് മൈനസ് ബി ക്യൂബാണ്. അങ്ങനെ നമുക്കത് 1 ക്യൂബ് മൈനസ് എസ് ക്യൂബ് വരുന്നു. അതിന് ഈ സ്ക്വയറും വരുന്നു. അങ്ങനെ 1 മൈനസ് എസ് ക്യൂബ് ഹോൾ സ്ക്വയർ എന്ന ആൻസറിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ സ്ക്വയർ ബ്രാക്കറ്റിന് ഒന്നിച്ചിട്ട് അകത്ത് എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ രൂപം കൊണ്ടുവന്നത്. 1 പ്ലസ് എസ് പ്ലസ് എസ് സ്ക്വയറും ഹോൾ സ്ക്വയർ 1 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ രണ്ടും കൂടെ ഒന്നിച്ച് എഴുതിയിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് സ്ക്വയർ ഇട്ടാൽ മാത്രമേ എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഒന്നിച്ച് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് സ്ക്വയർ ഇട്ടാൽ മാത്രമേ എ ക്യൂബ് മൈനസ് ബി ക്യൂബിന് സ്ക്വയർ എടുക്കാൻ പറ്റുള്ളൂ. 1 ക്യൂബ് മൈനസ് എസ് ക്യൂബിന് സ്ക്വയർ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കണക്കിനകത്ത് നമ്മൾ ചെയ്തത് പുതിയ R1 പ്ലസ് R2 പ്ലസ് R3. നിങ്ങൾ ചോദിക്കും ഈ താഴേക്ക് തന്നെ കൂട്ടണമെന്നില്ല, നേരെ കൂട്ടിയാലും എല്ലാ സ്ഥലത്തും 1 പ്ലസ് എസ് പ്ലസ് എസ് സ്ക്വയർ വരുന്നു. നേരെയാണ് നമ്മൾ കൂട്ടുന്നതെങ്കിൽ ഇതെവിടുത്തെ ഫസ്റ്റ്, ഇതെവിടുത്തെ ഫസ്റ്റ്, ഇതെവിടുത്തെ ഫസ്റ്റ് എന്ന് പറയണമെന്നേ ഉള്ളൂ. ഇത് C1 ഫസ്റ്റ്, C2 ഫസ്റ്റ്, C3 ഫസ്റ്റ് എന്ന് വരും. C1 ഫസ്റ്റാണ് ഈ 1, C2 ഫസ്റ്റാണ് ഈ എക്സ്, C3 ഫസ്റ്റാണ് ഈ എക്സ് സ്ക്വയർ. ഇപ്പോൾ പുതിയ C1 പ്ലസ് C2 പ്ലസ് C3 എന്ന് എഴുതണം. പുതിയ C1 ആണ് നേരം ഉണ്ടാകുന്നത്. അത്രയും മാത്രമേ വ്യത്യാസമുള്ളൂ. എന്നിട്ട് നമ്മൾ വെളിയിൽ തന്നെ എടുക്കും ഇത്. അപ്പോൾ 1 1 1 വരുന്നത് ഈ C1ലാണ് മാത്രം. ഒരു 1 ഇട്ടേച്ച് ബാക്കി രണ്ട് 1 ഈ 0 0 താഴേക്ക് വരുത്തുമ്പോൾ പുതിയ R2ഉം പുതിയ R3യുമാണ് ഈ സ്ഥാനത്ത് ഉണ്ടാകണമെന്ന് മാത്രം. വേറെ വ്യത്യാസമൊന്നുമില്ല. ലാസ്റ്റ് ഇതുപോലെ തന്നെ ആൻസർ വന്നുള്ളൂ. പുതിയ R1 പ്ലസ് R2 പ്ലസ് R3 എന്നിട്ട് കോമൺ പുറത്തെടുത്തു. 1 1 1 വന്നു. ഒരു 1 ഇട്ടേച്ച് ബാക്കി രണ്ട് 1 0 ആക്കി. അപ്പോൾ പുതിയ C2ഉം പുതിയ C3യുമാണ് ഉണ്ടാകുന്നത്. എന്നിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി വീണ്ടും C2വിൽ നിന്നും C3യിൽ നിന്നും പുറത്തെടുത്തു. പിന്നെ ഒരു ചെറിയ എക്സ്പാൻഷൻ അലോങ് R1 ആണ് ഇവിടെ ചെയ്യേണ്ടത്. ചെയ്യും കൂടെ കഴിഞ്ഞ് നമുക്ക് എ ക്യൂ മൈനസ് ബി ക്യൂ ഹോൾ സ്ക്വയറിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നാലാമത്തെ ക്വസ്റ്റ്യൻ ഡിറ്റർമിനൻറ്റ് എ ബി സി എ പ്ലസ് 2s ബി പ്ലസ് 2y സി പ്ലസ് 2z എക്സ് വൈ സെഡ് ഈസ് ഇക്വൽ ടു 0. ഡിറ്റർമിനൻ്റ് എടുത്ത് എഴുതി. നിങ്ങൾക്കറിയാം ഒരു ഡിറ്റർമിനൻ്റ് 0 ആകുന്ന 3-4 സമയങ്ങളുണ്ട്. ഒരു റോയിലോ ഒരു കോളത്തിലോ എല്ലാ എലിമെൻറ്റ്സും 0 ആകുന്ന ഡിറ്റർമിനൻ്റ് വില 0. 2 റോ ഈക്വൽ അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ വന്നാൽ, അല്ലെങ്കിൽ 2 കോളം ഈക്വൽ അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ വന്നാൽ ഡിറ്റർമിനൻ്റ് വില 0. 2 റോ അല്ലെങ്കിൽ 2 കോളം പ്രൊപ്പോർഷൻ വന്നാലും ഡിറ്റർമിനൻ്റ് വില 0. ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഡിറ്റർമിനൻ്റ് വില 0 ആണ്. അതിലേതെങ്കിലും രീതിയിൽ വരുമോ നോക്കാം. നമുക്ക് എ പ്ലസ് 2s ബി പ്ലസ് 2y സി പ്ലസ് 2z എന്ന് പറയുന്ന സെക്കൻഡ് റോ പോലെ വേറൊരു റോയും കൂടെ ഉണ്ടാക്കി കൊണ്ടുവരുവാണെങ്കിൽ 2 റോ ഐഡൻറ്റിക്കൽ എന്ന് പറഞ്ഞ് ഡിറ്റർമിനൻ്റ് വില 0 ആക്കാൻ പറ്റും. അപ്പോൾ എ പ്ലസ് 2x ഉണ്ടാക്കാൻ ഈ എയും ഈ എക്സും കൂടി ചെയ്ത് നമുക്ക് എ പ്ലസ് 2x എന്ന എലമെൻറ്റ് തന്നെ ഉണ്ടാക്കാം. അതായത് പുതിയ R1 ഉണ്ടാക്കാം. പുതിയ R1 പഴയ R1 പ്ലസ് 2R3 പുതിയ R1 പഴയ R1 പ്ലസ് 2R3 ചെയ്താൽ ഈ എ ബി സി എന്ന് പറയുന്ന പഴയ R1 മാറി എ പ്ലസ് 2x ബി പ്ലസ് 2y സി പ്ലസ് 2z എന്ന പുതിയ R1 ആയിക്കോളും. പുതിയ R1ലെ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടാൻ പഴയ R1ലെ ഫസ്റ്റ് എലമെൻറ്റ് എ പ്ലസ് R3ലെ ഫസ്റ്റ് എലമെൻറ്റിനെ 2 കൊണ്ട് ഗുണിച്ചത്, R3ലെ ഫസ്റ്റ് എലമെൻറ്റിനെ 2 കൊണ്ട് ഗുണിച്ചത് 2x. അപ്പോൾ എ പ്ലസ് 2x അതുപോലെ ബി പ്ലസ് 2y അതുപോലെ സി പ്ലസ് 2z ആയിട്ട് പുതിയ R1 വരുന്നു.
പുതിയത് R1 മാത്രമേ ഉള്ളൂ. ഈ R2 പഴയത് തന്നെ എടുത്തെഴുതുന്നു, ഈ R3യും പഴയത് തന്നെ എടുത്തെഴുതുന്നു. പക്ഷെ നോക്കിക്കഴിഞ്ഞപ്പോൾ R1 ആൻഡ് R2 ആർ ഐഡൻറ്റിക്കൽ വന്നു, ഡിറ്റർമിനൻ്റ് വില 0 വന്നു. അങ്ങനെയാണ് കണക്ക് ചെയ്യുന്നത്. Consider A is equal to matrix 1 0 2 0 1 2 0 4 9. Find A inverse using elementary row operation. ഒരു 3x3 മെട്രിക്സ് ആണെങ്കിലും റോ ഓപ്പറേഷൻ ചെറിയ കണക്കായത്, കാരണം ഒരു വണ്ണും കുറേ വണ്ണുകളും കുറേ സീറോകളും ക്വസ്റ്റിനിൽ തന്നെയുണ്ട്. A is equal to IA. A എഴുതി, I എഴുതി. 3x3 ഐഡൻറ്റിറ്റി മെട്രിക്സ് 1 0 0 0 1 0 0 0 1 ഇൻറ്റു A. നിങ്ങൾക്കറിയാം I സമം BA എന്നാണ് ലാസ്റ്റ് കൊണ്ടുവരേണ്ടത്. ആദ്യം ഇവിടെ 1 ഉണ്ടാക്കുന്നു, താഴേക്ക് 0 0 അതിവിടെ തന്നെയുണ്ട്. ഇവിടെ 1 ഉണ്ടാക്കുന്നു, അതിവിടെ തന്നെയുണ്ട്. മുകളിൽ 0, താഴെ 0. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ 4നെ 0 ആക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പുതിയ R3 റോ ട്രാൻസ്ഫോർമേഷൻ വെച്ചാണ്, റോ വെച്ചുള്ള ക്രിയ മാത്രമേ ഇവിടെ ഉള്ളൂ. എലമെൻ്ററി റോ ഓപ്പറേഷൻ, റോ വെച്ചുള്ള ക്രിയകൾ മാത്രമേ ഇതിൽ പറ്റുള്ളൂ. പുതിയ R3 ഈ 4 0 ആക്കാൻ വേണ്ടി പഴയ R3 മൈനസ് 4R2 ഈ 1ൻ്റെ സഹായത്തോടുകൂടിയാണ്. അപ്പോൾ പഴയ R3 മൈനസ് 4R2. അപ്പോൾ ഇവിടെ 0 വന്നു. പുതിയ R3യിലെ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടാൻ പഴയ R3യിലെ ഫസ്റ്റ് എലമെൻറ്റ് 0 മൈനസ് 4 ഇൻറ്റു R2യിലെ ഫസ്റ്റ് എലമെൻറ്റ് 0 മൈനസ് 4 ഇൻറ്റു 0 ചെയ്തിട്ട് 0 തന്നെ. അപ്പോൾ 4 മൈനസ് 4 ഇൻറ്റു 1 ചെയ്യുമ്പോൾ ഇവിടെ 0 വന്നു. അതുപോലെ 9 മൈനസ് 4 ഇൻറ്റു 2 ചെയ്തപ്പോൾ ഇവിടെ 1 വന്നു. ഇനി നമ്മുടെ ലക്ഷ്യം ഇവിടെ 1 വരുത്തുമായിരുന്നു, അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി മുകളിലേക്കുള്ള 2 0യും കൂടി വരുത്തിയാൽ മതി. ആദ്യം നമുക്കിത് 0 ആക്കാം. അപ്പോൾ പുതിയ R2 പഴയ R2 മൈനസ് 2R3 ഈ 1ൻ്റെ സഹായത്തോടെയാണ് ഈ 2 0 വരുള്ളൂ. അപ്പോൾ പുതിയത് R2 മാത്രമാണ്. പുതിയ R2യിലെ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടാൻ പഴയ R2യിലെ ഫസ്റ്റ് എലമെൻറ്റ് മൈനസ് 2 ഇൻറ്റു R3യിലെ ഫസ്റ്റ് എലമെൻറ്റ്, പഴയ R2യിലെ ഫസ്റ്റ് എലമെൻറ്റ് 0 മൈനസ് 2 ഇൻറ്റു R3യിലെ ഫസ്റ്റ് എലമെൻറ്റ് അന്നേരം 0. പുതിയ R2യിലെ സെക്കൻഡ് കിട്ടാൻ പഴയ R2 സെക്കൻഡായ 1 മൈനസ് 2 ഇൻറ്റു R3 സെക്കൻഡ് 0 അന്നേരം 1. പുതിയ R2യിലെ തേർഡ് കിട്ടാൻ പഴയ R2യിലെ തേർഡായ 2 മൈനസ് 2 ഇൻറ്റു R3 തേർഡ് 1. അപ്പോൾ 2 മൈനസ് 2 0 കിട്ടി. R1ഉം പഴയത് 102, R3യും പഴയത് 001. ഇനി അതേ കാര്യം തന്നെ ഇപ്പുറത്തെ മെട്രിക്സിലും ചെയ്യുമ്പോൾ പുതിയ R2 നമ്മൾ ഉണ്ടാക്കണം. പഴയ R2 മൈനസ് 2R3 വെച്ചാണ് 0 മൈനസ് 2 ഇൻറ്റു 0 ചെയ്ത് 0. 1 മൈനസ് 2 ഇൻറ്റു മൈനസ് 4, അപ്പോൾ 1 പ്ലസ് 8 ചെയ്ത് 9. 0 മൈനസ് 2 ഇൻറ്റു 1 ചെയ്ത് -2. 100 പഴയ R1 തന്നെ, R3യും പഴയത് തന്നെ ഇൻറ്റു A. ഇനി നമുക്ക് ഇവിടെയും കൂടി 0 ഉണ്ടാക്കിയാൽ മതി. പുതിയ R1 പഴയ R1 മൈനസ് 2R3. പുതിയ R1 മാത്രം ഈ 2 സൈഡിലും ഉണ്ടാക്കിയാൽ മതി. ഈ R2ഉം ഈ R3യും എടുത്തെഴുതി, ഈ R2ഉം ഈ R3യും ഈ Aയും എടുത്തെഴുതി. R1 മൈനസ് 2R3 ചെയ്താണ് പുതിയ R1 ഉണ്ടാക്കുന്നത്. R1 മൈനസ് 2 ഇൻറ്റു 0, 1 മൈനസ് 2 ഇൻറ്റു 0 1. 0 മൈനസ് 2 ഇൻറ്റു 1 മൈനസ് 2 ഇൻറ്റു ഈ 0 ചെയ്ത് 1. 0 മൈനസ് 2 ഇൻറ്റു ഈ 0 ചെയ്ത് 0. 2 മൈനസ് 2 ഇൻറ്റു 1 ചെയ്ത് 0. 1 മൈനസ് 2 ഇൻറ്റു 0 ചെയ്ത് 1. 0 മൈനസ് 2 ഇൻറ്റു മൈനസ് 4 ചെയ്ത് +8. 0 മൈനസ് 2 ഇൻറ്റു 1 ചെയ്ത് -2. അങ്ങനെ I സമം B എന്ന് കിട്ടി. B സമം A ഇൻവേഴ്സ്. ഈ ആൻസർ എടുത്തെഴുതി. നേരത്തെ പഠിച്ച കണക്കായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു. ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഗിവൺ ബിലോ. A inverse obtained above may be used. ഈ A തന്നെയാണ് ഈ ഇക്വേഷൻ വഴി കിട്ടുന്നത്. കണക്കോടെയല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് AX = B എന്ന രൂപത്തിൽ ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എഴുതുമ്പോൾ
1 0 2 ആണ് എ എന്ന മെട്രിക്സിൽ വരുന്നത്. 0 1 2 എന്നാണ് സെക്കൻഡ് റോ വരുന്നത്. 0 എക്സിൻ്റെ ടൈം ഇല്ലാത്തതുകൊണ്ട് 0 4 9 ആണ് തേർഡ് ടൈം വരുന്നത്. അപ്പോൾ എ ഇതാണ് ഇൻറ്റു കോളം മെട്രിക്സ് എക്സ് വൈ സെഡ് സമം കോളം മെട്രിക്സ് 2 1 3 എന്നാണല്ലോ നമ്മൾ എക്സ് ഈസ് ഇക്വൽ ടു ബി എഴുതുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ എക്സ് എ ഇൻവേഴ്സ് ബി. എ ഇൻവേഴ്സ് ഇച്ചിരി മുമ്പ് കണ്ടുപിടിച്ച 1 8 -2 0 9 -2 0 -4 1 എടുത്തോളാൻ പറഞ്ഞു. കാരണം ഈ എ തന്നെയായിരുന്നു എ പാർട്ടിലെ എ. ഇൻറ്റു ബി എക്സ് ഈസ് ഇക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി 2 1 3 മെട്രിക്സ് ഗുണിക്കാൻ അറിയാം. 1 × 2 + 8 × 1 + -2 × 3 ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം ഗുണിച്ച് കൂട്ടി. ഇനി ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളം ഒന്നുമില്ല. സെക്കൻഡ് റോ തുടങ്ങി 0 × 2 + 9 × 1 + -2 × 3. ഇനി സെക്കൻഡ് കോളം ഇല്ലാത്തതുകൊണ്ട് ആ പണിയും തീർന്നു. തേർഡ് റോ തുടങ്ങുവാണ്. 0 × 2 + -4 × 1 + 1 × 3. അങ്ങനെ 4 3 -1 എന്ന കോളം മെട്രിക്സ് ആണ്. കോളം മെട്രിക്സ് എക്സ് വൈ സെഡ്. എക്സ് 4 ആണ്, വൈ 3 ആണ്, ഇസഡ് -1 ആണെന്ന് കിട്ടി. ഈ 5 കണക്ക്, അഞ്ചാമത്തെ കണക്ക് വരെ ഇനി ഞാൻ പഠിപ്പിച്ച കണക്കുകൾ 5ൽ 2 കണക്കുണ്ട്, 4ൽ 1 കണക്കുണ്ട്, പിന്നെ 3ൽ 1 കണക്കുണ്ട്. അങ്ങനെ 4 കണക്കേ ഉള്ളൂ. 3 4 5ൽ 2 കണക്ക്, അങ്ങനെ 4 കണക്കേ ഉള്ളൂ. ആ 4 കണക്ക് പഠിച്ച് വൈകുന്നേരത്തെ പരീക്ഷ